Hello everyone. Today we are going to study sexual reproduction and flowering plants. That is a class 12th biology chapter. See, plants reproduce sexually through flowers. Flowers വഴിയാണ് പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവരുടെ ഈ എല്ലാ ഫ്ലവേഴ്സും ഒരേ ടൈപ്പ് അല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അവർക്കെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഷേപ്പ്, സൈസ്, കളർ എല്ലാം ഡിഫറെൻ്റ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇവരുടെ സെൻറ്റ് എന്ന് പറഞ്ഞാൽ മണം, ഇവരുടെ മണവും ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് നല്ല മണമായിരിക്കും, ചിലർക്ക് അത്ര നല്ല മണമായിരിക്കത്തില്ല. ഇതിൻ്റെ ഈ കളേഴ്സ്, സെൻറ്റ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ഫ്ലവേഴ്സ്, ഇതിൻ്റെ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മുടെ പോളിനേറ്റേഴ്സിനെ ഇവരെ അട്രാക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പർപ്പസ് എന്ന് വെച്ചാൽ ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് പോളിനേറ്റേഴ്സ് അത്യാവശ്യമാണ്. സോ വിത്ത് ദ കളർ, സെൻറ്റ് ആൻഡ് ദ ബ്യൂട്ടി ഓഫ് ഫ്ലവേഴ്സ് വിച്ച് വിൽ ഹെൽപ്പ് ദം ടു അട്രാക്ട് ഹൂം പോളിനേറ്റേഴ്സ്. ഈ പ്ലാന്റ്സിലുള്ള ഫ്ലവേഴ്സ് ഒന്നും ജസ്റ്റ് ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് കാണാൻ ഭംഗിയുള്ളത് കൊണ്ടോ അല്ല. അവർ ദേ serve in what? Sexual reproduction. അവർ ഫ്ലവറിങ് പ്ലാന്റ്സിൽ മാത്രമേ they can reproduce how? Sexually. All flowering plants can reproduce sexually. ഓക്കെ, അതിൽ പല സ്ട്രക്ചേഴ്സും പല പാർട്സും പ്ലാന്റ്സിനെ യൂസ് ചെയ്തിട്ടാണ് ഇവർ സെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ലെസണിൽ നോക്കാം. ആൻഡ് ഈ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ കാരണമാണ് സീഡ് ഫോം ചെയ്യുന്നത്, ഫ്രൂട്ട്സ് ഫോം ചെയ്യുന്നതും ഒക്കെ. ഈ ഒരു ഫുൾ ചാപ്റ്ററിൽ നമുക്ക് ഈ ഓരോന്നിൻ്റെയും സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യും. ആൻഡ് ഹൗ ദിസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. ഓൾ ദീസ് വി ആർ ഗോൺ study in this chapter. Okay, we are going to study first of all what is a flower. ഫ്ലവറിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഫ്ലവർ എന്ന ഓർഗൻ എങ്ങനെയാണ് ഒരു പ്ലാന്റിന് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഹെൽപ്പ് ചെയ്യണത്, എവറിത്തിങ് അബൌട്ട് ഫ്ലവർ നമ്മൾ പഠിക്കും. ഓക്കെ, ആൻഡ് നമ്മൾ എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേംസ്. ആൻജിയോസ്പേംസ് എന്നുള്ള ടേം നിങ്ങൾ നേരത്തെ സ്ലൈഡിലും കണ്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ദിസ് ആൻജിയോസ്പേം? ഓക്കെ, ആൻജിയോസ്പേം എന്ന് പറഞ്ഞാൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ് നമ്മൾ ആൻജിയോസ്പേംസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, സോ എ ഫാസിനേറ്റിംഗ് ഓർഗൻ ഓഫ് ആൻജിയോസ്പേം ഇസ് ഫ്ലവർ. ഒരു ആൻജിയോസ്പേമിൻ്റെ ഒരു ഫാസിനേറ്റിംഗ് ഓർഗൻ ആണ് എന്ത്? ഫ്ലവർ. ഓക്കെ, ആൻഡ് ഹ്യൂമൻ ഹാവ് ഹാഡ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ഫ്ലവേഴ്സ് സിൻസ് ഏഷ്യൻ ടൈംസ്. പഴയ കാലത്ത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഫ്ലവറിനോട് നമ്മുടെ ഹ്യൂമൻസിനാണ് ഒരു ക്ലോസ് റിലേഷൻഷിപ്സ് ഉള്ളത് അല്ലേ. നമ്മൾ എന്തൊരു നല്ല കാര്യത്തിന് നമ്മൾ ഫ്ലവർ യൂസ് ചെയ്യും. നമ്മൾ ആരെങ്കിലും വിഷ് ചെയ്യാനാണെങ്കിലും, ഒരു ബെസ്റ്റ് ഓഫ് ലക്ക് പറയാനാണെങ്കിലും, ഒരു ആനിവേഴ്സറി വിഷസ് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫ്ലവർ അവർക്ക് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ അവർ ഹ്യൂമൻസ് ഹാവ് എ ക്ലോസ് റിലേഷൻഷിപ്പ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡെത്ത് സെറമണിക്കും ബൊക്കെ, ഓൾ ദീസ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഫ്ലവർ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫ്ലവർ എസ്തെറ്റിക് ആൻഡ് ഓർണമെൻറ്റൽ, സോഷ്യൽ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ വാല്യൂ ഉള്ളൊരു കാര്യമാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഇത് തേർഡ് പോയിന്റ്. ദേ ആർ ഓഫൻ യൂസ്ഡ് ആസ് സിമ്പിൾസ് ടു എക്സ്പ്രസ് ഹ്യൂമൻ ഇമോഷൻസ് ലൈക്ക് ലവ്, അഫെക്ഷൻ, ഹാപ്പിനെസ്, ഗ്രഫ് ആൻഡ് മോർണിംഗ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു ആനിവേഴ്സറിക്കോ അല്ലെങ്കിൽ ഒരാളോട് സ്നേഹം തോന്നുമ്പോഴോ ഒക്കെ നമ്മൾ ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. ഒരു ഹാപ്പിനെസ്, ഒരു വിഷ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാനോ ഒരു ഫ്ലവർ കൊടുക്കാറുണ്ട്, ലൈക്ക് ബൊക്കെ ആയിട്ട്. പിന്നെ ഗ്രഫ്, മോർണിംഗ്, ഒരാളുടെ ഡെത്ത് സമയത്തും ഒക്കെ നമ്മൾ ഫ്ലവർ ഭയങ്കര ഇറ്റ് ഹാവ് എ വെരി ക്ലോസ് റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ്. ഓക്കെ, ആൻഡ് ദ ടേം ഫോർട്ടിക്കൾച്ചർ. എന്താണ് ഫോർട്ടിക്കൾച്ചർ? സ്റ്റഡി ഓർ പ്രാക്ടീസ് ഓഫ് ഗ്രോയിങ് ആൻഡ് സെല്ലിംഗ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിനെ വളർത്തുന്നതും സെല്ല് ചെയ്യുന്നതിൻ്റെയും പ്രാക്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡിക്ക് പറയുന്ന പേരാണെന്ത്? ഫോർട്ടിക്കൾച്ചർ. ഓക്കെ, പിന്നെ ഫ്ലവേഴ്സ് ആർ കൺസിഡേർഡ് മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽസ് ബൈ ബയോളജിസ്റ്റ്. ബയോളജിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഒരു മോർഫോളജിക്കൽ ആൻഡ് എംബ്രിയോളജിക്കൽ മാർവൽസ് ആയിട്ടാണ് ഫ്ലവേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ഫ്ലവേഴ്സ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്ലവേഴ്സിലാണ് ദേ ആർ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ആൻഡ് ദേ ആർ ദ കീ സൈറ്റ്സ് ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. ഇത് ലാറ്ററൽ സെക്ഷൻ ഓഫ് എ ഫ്ലവർ ഇസ് ഗിവൺ ഹിയർ. ഇതിനകത്ത് സ്റ്റിഗ്മ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം സ്റ്റിഗ്മ ഏതാണ്. പെറ്റൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലവേഴ്സിൻ്റെ ഇതളുകളാണ്. ആൻതർ ഉണ്ട്, ഫിലമെൻ്റ് ഉണ്ട്, ഓവറി ഉണ്ട്. സെപ്പൽസ് എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ കളർ പെറ്റൽസ് പോലെ ഇരിക്കും, പക്ഷേ ആ അടിയിലുള്ള ഒരു ഫ്ലവറിൻ്റെ അടിയിലുള്ള ഗ്രീൻ കളർ പാർട്ടില്ലേ, അതിനെയാണ് നമ്മൾ സെപ്പൽസ് എന്ന് പറയുന്നത്. ഇനി നോക്കാൻ പോകുന്നത് പ്രീ ഫെർട്ടിലൈസേഷൻ ഈവൻറ്റ്സ്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഈവൻറ്റ്സ്. പ്രീ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഫെർട്ടിലൈസേഷന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, എങ്ങനെയാണ് ഫ്ലവർ അപ്പിയർ ചെയ്യുന്നത്. ഫ്ലവർ അപ്പിയർ ചെയ്യുന്നത് ഹോർമോണൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഒരു പ്ലാന്റ്സിൽ വരുമ്പോഴാണ് ഫ്ലവർ അപ്പിയർ ചെയ്യുന്നത്. അവിടെ ആ സമയത്ത് ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാവും. അങ്ങനെ ഫ്ലോറൽ പിരമോഡിയംസ് ഡെവലപ്പ് ആകും. അങ്ങനെയാണ് ഒരു ഫ്ലവർ ഉണ്ടായി വരുന്നത്. ഇൻഫ്ലോറസൻസ് ഒക്കെ ഫോം ആകും. അപ്പം ഇൻഫ്ലോറസൻസ് ഫോം ആയി കഴിയുമ്പോൾ അവിടെ ഫ്ലോറൽ ബഡ്സ് ഫോം ചെയ്യും. ആൻഡ് ബഡ്സിൽ നിന്നാണ് നമുക്കറിയാം ഫ്ലവർ ബഡ് വിരിഞ്ഞ് ഫ്ലവർ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. ആൻഡ് ഇൻ ഫ്ലവേഴ്സ് ദെയർ ആർ മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാകും. ഓക്കെ, ഫ്ലവേഴ്സിൻ്റെ അകത്തായിരിക്കും ഈ മെയിലും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സും ഡെവലപ്പ് ആവുന്നത്. ഇത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഇസ് എ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. എന്ന് വെച്ചാൽ സ്റ്റേമെൻസ്, വോൾ ഓഫ് സ്റ്റേമെൻസിനെയാണ് നമ്മൾ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത്. ഗൈനീഷ്യം ഈസ് എ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ. രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്, സ്ട്രക്ചേഴ്സ്, എവറിത്തിങ് യു അണ്ടർസ്റ്റുഡ് എന്ന് വിചാരിക്കും. നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് സ്റ്റേമെൻ അങ്ങനെയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം കേട്ടോ. ആൻഡ് മൈക്രോസ്പൊറാഞ്ചിയം ആൻഡ് പോളൻ ഗ്രെയിൻസ് ഇൻ ഡീറ്റെയിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ,
സ്റ്റേമൻ ഹാസ് 2 മെയിൻ പാർട്സ്. സ്റ്റേമന് 2 മെയിൻ പാർട്സ് ഉണ്ട്. ദാറ്റ് ഇസ് ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ നീണ്ടിരിക്കുന്ന പച്ച കളറിലുള്ള സംഭവം നമ്മൾ ഓൾറെഡി ആ ഫിഗറിൽ കണ്ടായിരുന്നല്ലോ. അതിനെയാണ് ഫിലമെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് ആൻഡ് ആന്തർ ഇസ് എ ടെർമിനൽ ജനറലി ബൈലോബ്ഡ് സ്ട്രക്ചർ. ഇങ്ങനെ ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തർ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടിങ്ങനെ ബീൻസ് പോലെ ഇരിക്കുന്ന ഒരു സംഭവം. ദാറ്റ് ഇസ് ആന്തർ. ഓക്കെ, സോ ആ സ്റ്റേമൻ ഹാസ് 2 മെയിൻ പാർട്സ്. ദാറ്റ് ഇസ് ഫിലമെൻറ്റ് ആൻഡ് ആന്തർ. ആൻഡ് ഫിലമെൻറ്റ് അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒന്നി അറ്റാച്ചസ് വിത്ത് ദ പെറ്റൽ ഓഫ് എ ഫ്ലവർ ഓർ എ തലാമസ്. ഓക്കെ, ആൻഡ് ദ നമ്പർ ആൻഡ് ദ ലെങ്ത് ഓഫ് സ്റ്റേമൻസ് വേരി അക്രോസ് ഫ്ലവർ സ്പീഷീസ്. എല്ലാ ഫ്ലവറിലും ഒരേ നമ്പർ ഓഫ് സ്റ്റേമൻസ് അല്ലെങ്കിൽ ഒരേ ലെങ്ത് ഓഫ് സ്റ്റേമൻസ് അല്ലായിരിക്കും ഉണ്ടാവുന്നത്. ഇറ്റ് വേരി ഫ്രം ഫ്ലവേഴ്സ്. ഓക്കെ, ഇപ്പം ഒരു ഫ്ലവറിലുള്ളതല്ല അടുത്ത ഫ്ലവറിലുള്ളത്. ചിലടത്ത് 2 എണ്ണം കാണത്തുള്ളൂ, ചിലടത്ത് 4 എണ്ണം കാണും, ചിലടത്ത് 5 എണ്ണം കാണും, അങ്ങനെ. ഓക്കെ, വേരിയേഷൻ ഇൻ സൈസ് ഓഫ് സ്റ്റേമൻസ് ക്യാൻ ബി ഒബ്സർവ് ബൈ കളക്ടിങ് ആൻഡ് കമ്പയറിംഗ് ഫ്രം ഡിഫറെൻറ്റ് സ്പീഷീസ്. പല സ്പീഷീസ് എടുത്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ ഒരേ സ്പീഷീസ് പല സ്പീഷീസ് എടുക്കുമ്പോഴും നമുക്ക് സ്റ്റേമൻസിന് സൈസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ സൈസ് വേരി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നമുക്കത് നമ്മൾ കളക്ട് ചെയ്യുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുന്ന സമയത്തും ഇതിൽ ഷേപ്പും ഇത് ആന്തറുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നതിലും ഡിഫറൻസ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ആൻഡ് ഇതിനകത്ത് പോളൻ സാക്ക് ആന്തറിൻ്റെ ഉള്ളിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ഓക്കെ, പോളൻ സാക്സ് ആർ പ്രസൻറ്റ് വിത്തിൻ ദ ആന്തർ. ഈ ഫിഗർ ഒന്ന് നോക്കി, ഇതിൻ്റെ അകത്ത് സ്റ്റേമൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഫിലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഫിലമെൻറ്റ് ഇസ് ദാറ്റ് ഗ്രീൻ സ്റ്റോക്ക് കണ്ടോ. പിന്നെ ആന്തർ മുകളിൽ, ആന്തറിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, പോളൻ സാക്സ് ഉള്ളത് കണ്ടോ. പോളൻ സാക്സ് ആർ ഇൻസൈഡ് ദാറ്റ് ബൈലോബ്ഡ് സ്ട്രക്ചർ. അത് നമുക്ക് മനസ്സിലാക്കാം. പോളനെ കുറിച്ചൊക്കെ നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ആൻഡ് ഫിഗർ എ ഈസ് എ ടിപ്പിക്കൽ സ്റ്റേമൻ ആൻഡ് ബി ഈസ് എ കട്ട് സെക്ഷൻ ഓഫ് ആൻ ആന്തർ. ആന്തർ കട്ട് ബൈലോബ്ഡ് സ്ട്രക്ചർ ആന്തർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലാണ് കണ്ടോ പോളൻ സാക്സ് ഇരിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ ആ ലാറ്ററൽ സെക്ഷൻ ഓഫ് ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. സോ ഒന്നും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ പാർട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് വേർ ഇസ് പെറ്റൽ, ഫിലമെൻറ്റ്, ഓവറി, സെപ്പൽ, ആന്തർ, സ്റ്റിഗ്മ. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്ന സ്റ്റിഗ്മ, ആന്തർ, ഫിലമെൻറ്റും ആയിരിക്കും. ആൻഡ് മോർ നമ്മൾ അടുത്ത സെക്ഷനിൽ കുറച്ചുകൂടെ പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബാക്കിയുള്ള പാർട്സും കൂടെ മനസ്സിലാവും. ആൻഡ് പെറ്റൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ആൻഡ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ.